നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഒന്നാം സ്ഥാനത്തുള്ള തങ്ങളുടെ കുതിപ്പ് തുടരാൻ ഉറച്ച FC ബാഴ്സലോണ ഇന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എതിരാളികൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 അത്ലറ്റിക് ക്ലബിൻ്റെ മൈതാനത്ത് ഈ കളി നടക്കുന്നത്. ഈ കളിക്ക് മുമ്പ് ഇപ്പോൾ ബാഴ്സയും റയലും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ പോയിൻറ്റിൻ്റേതാണ്. പക്ഷേ ബാഴ്സ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. ഇന്നത്തെ കളി വിജയിച്ചാൽ 4 പോയിൻറ്റിൻ്റെ വ്യത്യാസം അവർക്ക് തിരികെ പിടിക്കാൻ പറ്റും. ഇപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ട് ബാഴ്സക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത കൂടിയുണ്ട്. അതായത് അവരുടെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ പരിക്കേറ്റ് പുറത്തിരുന്ന ആ ആൾ തിരികെ എത്തുന്നു. അതെ, റോബർട്ട് ലെവൻഡോസ്കി, ഗോളടി മെഷീൻ റോബർട്ട് ലെവൻഡോസ്കി തിരികെ എത്തുന്നു. അദ്ദേഹത്തിന് ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചിരിക്കുന്നു. ബാഴ്സലോണ ഈ മത്സരത്തിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് ജോയൻ ഗാർഷ്യ, ഷെസ്നി, കൊച്ചൻ എന്നിവരാണ്. ഡിഫൻസിൽ കൻസേലോ, റൊണാൾഡോ അറൗഹോ, കുബാസി, ജെറാഡ് മാർട്ടിൻ, എറിക്, കോർട്ടസ്, ചാവി എസ്പാർട്ട് എന്നിവരുണ്ട്. മധ്യനിരയിലേക്ക് വരുമ്പോൾ പെഡ്രി, ഫെർമിൻ, കെസാഡോ, ഓൽമോ, ബെർണാൽ, ടോമി എന്നിവരാണുള്ളത്. മുന്നേറ്റത്തിൽ ഫെറാൻ, ലെവൻഡോസ്കി, ലാമിനെ യമാൽ, റാഫീഞ്ഞ, റാഷ്ഫോർഡ്, റൂണി എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാഴ്സയുടെ ആദ്യ 11 ആരൊക്കെ എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടീവോ നൽകുന്ന വിവരപ്രകാരം ആദ്യ 11 ഇങ്ങനെയായിരിക്കും. ഗോൾ കീപ്പറായിട്ട് ജോൻ ഗാർഷ്യ, ഡിഫൻസിൽ എറിക് ഗാർഷ്യ, കുബാർസി, ജെറാഡ് മാർട്ടിൻ ബാൽഡെ, മധ്യനിരയിൽ കസാഡോ, ബെർണാൽ, ഡാനി ഓൽമോ, മുന്നേറ്റത്തിൽ ലാമിനെ യമാൽ, റോബർട്ട് ലെവൻഡോസ്കി, റാഷ്ഫോർഡ്. ഏതായാലും ഇങ്ങനെ ഒരു 11 കൊണ്ട് ബാഴ്സ ഇറങ്ങാനാണ് സാധ്യത. റൊട്ടേഷൻസും മറ്റുമൊക്കെ കോച്ച് കൃത്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. തുടരെ മത്സരങ്ങളാണ്. ഏതായാലും ഇന്നത്തെ മത്സരം വിജയിച്ച് ബാഴ്സ 4 പോയിൻറ്റ് ലീഡ് പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.